നമസ്കാരം പ്രിയമുള്ളവരെ. പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങളും യുദ്ധ സാഹചര്യങ്ങളെയും കുറിച്ച് വ്യത്യസ്തമായ അപഗ്രഥനങ്ങളും വിശകലനങ്ങളുമാണ് അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. പ്രത്യേകിച്ചും നേരത്തെ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇറാൻ്റെ അതിർത്തിയിലും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലുമൊക്കെ അമേരിക്ക ശക്തമായ നിരീക്ഷണം നടത്തിയിരുന്നു. അതുപോലെ ഇപ്പോൾ ഇറാൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ കിഷം ഐലൻഡ് പോലെയുള്ള പ്രദേശങ്ങളിൽ അമേരിക്കയുടെ ചാര ഡ്രോണുകളുടെ സാന്നിധ്യം കഴിഞ്ഞ ദിവസം അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് അമേരിക്ക വളരെ കൃത്യമായി തന്നെ ഇറാനകത്ത് നടക്കുന്നുള്ള സംഭവവികാസങ്ങൾ പഠിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതുകൊണ്ട് വ്യക്തമാകുന്നത്. എവിടെ നിന്നൊക്കെയാണ് പ്രത്യാക്രമണം ഉണ്ടാകുക, എവിടെ നിന്നൊക്കെ ആയിരിക്കാം ഇറാൻ്റെ ഭാഗത്തുനിന്ന് പ്രതിരോധം ഉണ്ടാകുക എന്നതിനെക്കുറിച്ച് അമേരിക്ക വിശദമായി പഠിക്കുന്നു എന്ന് തന്നെയാണ് ഇതിനർത്ഥം. അതുകൊണ്ട് തന്നെയാണ് കിഷം ഐലൻഡ് പോലെയുള്ള പ്രത്യേകിച്ചും ഇറാൻ നാവികസേനയുടെ IRGCയുടെ നാവിക ആസ്ഥാനങ്ങളിലൊന്നാണ് കിഷം. അവിടെയൊക്കെ അമേരിക്കയുടെ ഈ നിരീക്ഷണങ്ങൾ പ്രത്യേകിച്ചും ഡ്രോണുകളും ഉപഗ്രഹങ്ങളും ഒക്കെ ഉപയോഗിച്ചുള്ള നിരീക്ഷണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ISR ഇൻ്റലിജൻസ് സർവൈവൽ എന്നാണ് അമേരിക്ക ഇതിന് പേരിട്ട് വിളിക്കുന്നത്. എന്തായാലും ഇറാനെ കുറിച്ചുള്ള വിശദമായ പഠനം, അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ, നാവികസേനയുടെ കഴിവ്, ആഴം എന്നിവയെക്കുറിച്ചൊക്കെ വ്യക്തമായ വിവരങ്ങൾ ശേഖരിക്കുവാൻ അമേരിക്ക ചാരവിമാനങ്ങളെ ഉപയോഗിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊരു മുന്നറിയിപ്പ്, അതായത് എന്തായാലും അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ്റെ പ്രത്യാക്രമണം ഉണ്ടാകുക ഇസ്രായേൽ നേരെയാണ് എന്ന് വ്യക്തമാണ്. കാരണം അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിന് വേണ്ടിയാണ് എന്ന് വ്യക്തമാണ്. മാത്രമല്ല അമേരിക്കയുടെ സൈനിക താവളങ്ങളും താല്പര്യങ്ങളും ബിസിനസ് താല്പര്യങ്ങളും ഒക്കെ ഇസ്രായേലിലുണ്ട്. അതുകൊണ്ട് ഒരു പ്രത്യാക്രമണം ഉണ്ടാകുകയാണെങ്കിൽ അത് ഇസ്രായേലിനെതിരെ ആയിരിക്കും. പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇസ്രായേൽ ഒരിക്കലും തങ്ങളുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകില്ല. അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണ്, തിരിച്ച് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തങ്ങളുടെ പൗരന്മാരൊന്നും ബങ്കറുകളിലേക്ക് പോയി ഈ സുരക്ഷിതരായിരിക്കുവാൻ ഇസ്രായേൽ സ്വന്തം പൗരന്മാർക്ക് മുന്നറിയിപ്പുകൾ നൽകില്ല എന്ന വിശകലനം പുറത്തു വരികയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകുകയാണെങ്കിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന വിവരം അത് ചോർന്നു പോകുവാൻ സാധ്യതയുണ്ട്. നേരത്തെ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ച സമയത്തും വളരെ കൃത്യമായിട്ട് ഖത്തറിന് ആ വിവരങ്ങൾ തുർക്കിയുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ കൈമാറിയിരുന്നു. ഏത് സമയത്താണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുക എന്ന രീതിയിലൊക്കെ. അങ്ങനെ ഒരു വിവര ചോർച്ചയ്ക്ക് സാധ്യതയുള്ളത് കൊണ്ട് ഇസ്രായേൽ സ്വന്തം പൗരന്മാർക്ക് പോലും മുന്നറിയിപ്പ് നൽകില്ല എന്ന രീതിയിലുള്ള വിശകലനങ്ങളുമൊക്കെ മാധ്യമങ്ങൾ നിലനിൽക്കുകയാണ്. കാരണം ഇറാൻ്റെ ചാരന്മാർ ഇസ്രായേലിനകത്തുണ്ട്, ഒപ്പം ഇസ്രായേലിൻ്റെ ചാരന്മാർ ഇറാനകത്തുണ്ട്. ഈ വിവരങ്ങളൊക്കെ ചോർന്നു പോകുവാനും ഇറാൻ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഖൊമൈനിയെ തട്ടിക്കൊണ്ടു പോകുന്ന രീതിയിലാണ് സംഭവവികാസങ്ങൾ അമേരിക്ക ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ അതിനെ പ്രതിരോധിക്കാനും ഒക്കെ ഇറാന് കഴിയും എന്ന ഒരു വിശകലനമാണ് ഇതോടനുബന്ധിച്ച് മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. മറ്റൊന്ന്, ഇസ്രായേലിൻ്റെ IDFൻ്റെ ചീഫ് ഇയാൻ ഷമീറിൻ്റെ ഒരു പ്രസ്താവന ചില മാധ്യമങ്ങൾ കാണുന്നുണ്ട്. Su-35 യുദ്ധവിമാനങ്ങളും S-400 പോലെയുള്ള എയർ ഡിഫൻസ് സിസ്റ്റവും റഷ്യ ഓൾറെഡി തന്നെ ഇറാന് നൽകിയതായിട്ട് ഇസ്രായേലി ഇൻ്റലിജൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് അയാളുടെ അഭിപ്രായം. പ്രത്യേകിച്ചും നേരത്തെ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്തിരുന്നു. യുദ്ധഭീഷണി ഉണ്ടായ സമയത്ത്, യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് ഇറാൻ്റെ വ്യോമപാതയിൽ പ്രത്യക്ഷപ്പെട്ട ചില ഷാഡോ വിമാനങ്ങളും ചൈനയുടെയും റഷ്യയുടെയുമായിരുന്നു എന്നൊക്കെ. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചില വിശകലനങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ മാധ്യമങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഇത് എത്രത്തോളം യാഥാർത്ഥ്യ ബോധം ഉള്ളതാണ് എന്നറിയില്ല. എന്തായാലും ചില മാധ്യമങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഒരുപക്ഷെ ഇറാൻ പ്രത്യാക്രമണമാണ് ഏറ്റവും നല്ല പ്രതിരോധം എന്ന രീതിയിൽ ഒരുപക്ഷെ അമേരിക്ക ആക്രമിക്കുന്നതിന് മുമ്പ് അങ്ങോട്ടൊരാക്രമണം നടത്തുവാൻ സാധ്യതയില്ല എന്ന വിശകലനങ്ങൾ ചില മാധ്യമങ്ങളിൽ നിറയുകയാണ്. അതായത് ഒരു ആക്രമണം ഉണ്ടായതിൽ, ഇറാന് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ മിനിറ്റുകൾക്കകം തന്നെ ഇറാന് തിരിച്ചാക്രമിക്കാൻ കഴിയും. 4-5 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആക്രമിക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇറാൻ അങ്ങോട്ട് കയറിയ ഒരു ആക്രമണത്തിന് സാധ്യതയില്ല എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത്. പക്ഷേ ഇറാൻ്റെ പ്രതിരോധ സംവിധാനത്തെ ഒരുപക്ഷെ അമേരിക്ക ഹാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു രീതിയുമായി മുന്നോട്ട് പോയാൽ ഇറാന് പ്രതിരോധം അത് അസാധ്യമാകും. പ്രത്യേകിച്ചും ഇറാൻ ഇതൊക്കെയും മുൻകൂട്ടി കാണുന്നുണ്ടാകാം. ഒരു വെനിസ്വേലയല്ല ഇറാൻ, പക്ഷേ അമേരിക്ക എന്ന് പറയുന്നത് സാങ്കേതികമായി വളരെ മികവുള്ള ഒരു രാജ്യമാണ്. അത് എങ്ങനെ അമേരിക്കയുടെ ഈ ഹാക്കിംഗ് അതുപോലെയുള്ള ജാമർ സിസ്റ്റങ്ങളും ഇറാൻ്റെ വ്യോമ പ്രതിരോധത്തെയൊക്കെ തകർക്കുവാൻ ഉപയോഗിക്കുന്നത് ഇറാൻ എങ്ങനെ പ്രതിരോധിക്കും എന്നത് ചോദ്യം തന്നെയാണ്. പക്ഷേ ഇറാന് അവരുടെ സാങ്കേതികതയിൽ മേന്മയുണ്ട് എന്ന് ലോകം
കൂടുതൽ മനസ്സിലാക്കുന്ന സമയം കൂടിയാണിത്. പ്രത്യേകിച്ചും സ്യൂട്ടർ പോലെയുള്ള രഹസ്യ പ്രോഗ്രാമുകൾ അമേരിക്കയ്ക്കുണ്ട് എന്ന് പറയുന്നു. ശത്രു രാജ്യത്തിൻ്റെ സിസ്റ്റങ്ങൾ, അവരുടെ നെറ്റ്വർക്കുകൾ, പ്രതിരോധ നെറ്റ്വർക്കുകളൊക്കെ താറുമാറാക്കുവാൻ കഴിയുന്ന പ്രോഗ്രാമുകൾ അമേരിക്കയ്ക്കുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷേ ഇറാന് അവരുടെ മിസൈലുകളൊക്കെയും പ്രവർത്തിപ്പിക്കുവാൻ കഴിയാതെ വരും. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെയും പ്രവർത്തിക്കുവാൻ കഴിയാതെ വരും. നെക്സ്റ്റ് ജനറേഷൻ ജാമർ പോലെയുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങളും, അതായത് ജാമറുകൾ, ഇറാൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ നിഷ്ക്രിയമാക്കുന്ന രീതിയിലുള്ള ജാമറുകൾ ഒക്കെയും ഒരുപക്ഷെ അമേരിക്ക ഉപയോഗിച്ചേക്കാം എന്ന രീതിയിലുള്ള വിശകലനങ്ങളും ഒക്കെ വരികയാണ്. എന്തായാലും യുദ്ധം അതിൻ്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നത് പോലും ചോദ്യമാവുകയാണ്. കാരണം ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പശ്ചിമേഷ്യയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഏകകണ്ഠമായി തന്നെ തങ്ങളുടെ ഭൂമി ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കാൻ അമേരിക്ക അനുവദിക്കില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിയാണ്. അങ്ങനെയാണെങ്കിൽ അമേരിക്ക ഒരുപക്ഷെ ഈ ആക്രമണത്തിൽ നിന്ന് പിന്മാറാം, അല്ലെങ്കിൽ ഡിയോഗോ ഗാർഷ്യയിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ ഇറാനെ ആക്രമിക്കുവാനുള്ള തീരുമാനമായി അമേരിക്ക മുന്നോട്ട് പോവുക എന്ന നിഗമനം ചില മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.